അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒരു ടീം പുറത്ത് കാര്യമായിട്ടുള്ള കളി നടക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു ടീം ഇതാ താഴേന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ മേലെ പോയിട്ട് റൂമിൽ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയായിരുന്നു. എന്തിനാന്ന് മനസ്സിലായല്ലോ അല്ലേ? അതെ, ഇന്ന് വിഷ്ണുവിന്റെ അനുവിന്റെ ഫസ്റ്റ് നൈറ്റ് ആട്ടോ. അനു നമ്മളെ വീട്ടിൽ വന്നിട്ട് ആദ്യ രാത്രിയാണ് ഇന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവനെ കൊടുക്കേണ്ട പണീനെ പറ്റിയിട്ടുള്ള വൻപിച്ച ഡിസ്കഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും പല ഐഡിയ ഒക്കെ പറഞ്ഞ് 2-3 മണിക്കൂറുള്ള ഒരു ഡിസ്കഷൻ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട്, അതായത് ടൈം ലാപ്സിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഡിസ്കഷന്റെ ഒടുവിൽ നമ്മൾ എന്താ തീരുമാനിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം റൂം ചെറുങ്ങനെയായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഡിസ്കഷൻ ചെയ്ത് കിടക്കയിൽ കുരുമുളക് പൊടി വരെ ഇട്ടാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്ത് ഇട്ടിട്ടായിരുന്നു കേട്ടോ. അതിനൊടുവിൽ നമ്മളൊരു പ്ലാൻ ചെയ്തു അലാറങ്ങൾ സെറ്റ് ചെയ്യാറ്. അതായത് ഓരോ മൂലക്കായിട്ട് അലാം ക്ലോക്ക് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പീക്കറും കൂടി ഒളിപ്പിച്ച് വെച്ചിട്ട് കറക്റ്റ് രാത്രി 2:30 നമ്മൾ അതിൻ്റെ ഹൊറർ മ്യൂസിക് ഇടാതെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ 2 സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ നടുക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എവിടെയാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയട്ടോ, നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ ഡിസ്കഷനുള്ള അവസാനം, അതായത് പണിയൊക്കെ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മളിതവിടെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാണ്. വലിയ അങ്ങനെ ഹൈപ്പത്തെറ്റിക് ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടോ. സിമ്പിളായിട്ട് മണിയറ ഒരുക്കുകയാണ് നിങ്ങൾ ഈ കാണുന്നത്. അല്പം കയ്യിന്ന് പോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ. അപ്പൊ സിമ്പിൾ ഡെക്കറേഷനോട് കൂടി ഇതാണ് നമ്മളിത് ബെഡ്റൂം ഇവിടെ റെഡിയാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയൂ കേട്ടോ. അങ്ങനെ വലിയ വീഡിയോ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള വിഷ്ണുവിന്റെ ഫസ്റ്റ് നൈറ്റ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എന്തെല്ലാം എടുക്കട്ടെ വിഷു? വേറെന്താ എടുക്കണ്ടേ? ഹൈ 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 ഹൈ. പറഞ്ഞോ, നീ പറയുന്ന എല്ലാം ഇന്ന് നടക്കൂ. പറഞ്ഞോ. ഓക്കെ, അപ്പൊ നമ്മളെ കാര്യങ്ങളെല്ലാം സെറ്റ് അല്ലേ? സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവരെ വിഷ്ണുവിനെ അറിയില്ല നമ്മൾ ആരൊക്കെ കൂടിയിട്ടാണ് വിഷ്ണുവിന് അന്ന് രാത്രി പണി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അലാറം ഒളിപ്പിച്ചിട്ടതും ഹൊറർ വീഡിയോന് മ്യൂസിക് ഇടാന്ന് പ്ലാൻ ചെയ്തത് ആരൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ വിഷ്ണുവിനെ അറിയില്ല. ഈ വീഡിയോ കാണുമ്പോഴേ അറിയുള്ളായിരുന്നു കേട്ടോ. രാത്രി 3 മണിക്കും 4 മണിക്കൊക്കെ അവൻ എന്നെ ഫോണിൽ വിളിക്കുകയോ ചെയ്ത് എവിടെയൊക്കെ ഒളിപ്പിച്ചിട്ടെന്ന് ചോദിച്ചിട്ട്. എല്ലാവരും അടിക്കുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നത് കുറക്കണം പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ചീത്തറിയില്ലെങ്കിൽ അവൻ്റെ പണിയുണ്ടാവും. ഒപ്പിച്ച് വെച്ച ആൾക്കാരെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. വിഷ്ണു നിനക്ക് തിരിഞ്ഞിട്ടുണ്ടാവല്ലോ ഇപ്പൊ അല്ലേ? അങ്ങനെ ഒരു അടിപൊളി ഗാനമേള തന്നെ നടത്തിയിട്ട് നമ്മളിതാ വിഷ്ണുവിനെയും അനുവിനെയും ഇനി റൂമിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പാട്ടും ഡാൻസോടുകൂടി അനുവിനെയും വിഷ്ണുവിനെയും റൂമിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. എന്നിട്ട് അവിടെ റൂമിലുള്ള എക്സ്പ്രഷനൊക്കെ കാണിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ ഫണ്ണി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെറിയ മൂമെന്റ്സ് വെച്ചിട്ടുള്ള ചിന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൂടി പറയുകയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണേ.
അങ്ങനെ അനുക്കുട്ടീനെയും വിഷ്ണുക്കുട്ടനെയും നമ്മളിതാ വീട്ടിലേക്കല്ലല്ലേ, റൂമിലേക്ക്, മണിയറയിലേക്ക് കൊണ്ടുവന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കമന്ററികളും പാട്ടുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ റൂമിലെത്തിയതിനു ശേഷമുള്ള അവരുടെ എക്സ്പ്രഷനും കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും. രാത്രി 2:30ക്കും 3:30ക്കും നമ്മൾ എണീറ്റിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം ചെറിയ പരിപാടികളൊക്കെ ഫ്ലോപ്പായി, ചില പരിപാടികളൊക്കെ നന്നായിട്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് പോയതാണ്. അപ്പൊ ഇതാ ഡോർ ഓപ്പൺ ചെയ്ത് അവരുടെ എക്സ്പ്രഷനും കൂടി നിങ്ങൾ കണ്ടോളൂ എങ്ങനെയാണെന്ന്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത എക്സ്പ്രഷൻ ഒന്നും അവർ തന്നില്ലാത്തതുകൊണ്ടും പിന്നെ അവർ ടയർഡ് ആയതുകൊണ്ടും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. ചില കമന്ററികളൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അതെ, അവരുടെ കൂടെ ക്യാമറയുമായിട്ട് ഞാനും കൂടെ നിൽക്കാന്ന് പറയുന്നു. അതായത് സിനിമാ നടി എന്തായാലും കുളത്ത് ചാടുമല്ലോ, അപ്പൊ ക്യാമറയും കൂടി ചാടണമല്ലോ എന്ന് പറയുന്ന പോലെ എന്തായാലും ഇവിടെ അന്വേഷണം കിടക്കുന്നുണ്ടല്ലോ, അപ്പൊ ഒരു വ്ളോഗർ എന്നുള്ള നിലയ്ക്ക് ഞാനും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇത് അമ്മായിയമ്മ മരുമകൾക്ക് പാല് കൊടുക്കൽ ചടങ്ങാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കമന്ററികളും തമാശകളും കുറച്ച് ചെറിയ പണികളും ഒക്കെ കൊടുത്തതിന് ശേഷം പാലും ഏൽപ്പിച്ചിട്ട് നമ്മളിതാ അവർ റൂം ലോക്ക് ചെയ്യാൻ പോവാണ്. അവരോട് ആദ്യമേ പറഞ്ഞു റൂം നമ്മൾ ലോക്ക് ചെയ്യാൻ രാവിലെ 8 മണിക്ക് ശേഷം തുറന്നു വരുള്ളൂ എന്നുള്ളത്. കാരണം രാത്രി എല്ലാവരും അടിക്കുമ്പോൾ നമ്മളെ ആരെയും വന്ന് വിളിക്കാറില്ലല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പൊ സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ.